നമ്മളുടെ ഈ പോപ്പുലേഷൻ മൊബിലിറ്റി ഇൻ കേരളയാണ്. ഒരു പത്ര റിപ്പോർട്ട് വായിക്കുകയുണ്ടായി, നോർത്ത് കൊറിയ ഒഴിച്ച് ബാക്കി ലോകത്ത് എല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ ഇന്നിപ്പം മാർബർഗ് വൈറസ് ഉഗാണ്ടയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ട്. മലയാളികളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ് ഇൻ അതർ കൺട്രീസ് ഡ്യൂറിങ് COVID-19. ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി കേരളത്തിലോട്ട് വരിക എന്നുള്ളതാണ് അവരുടെ SOP അല്ലെങ്കിൽ മോഡസ് ഓപ്പറാൻഡി. ഇപ്പോൾ കേരളത്തിൽ വന്ന എല്ലാ മങ്കി പോക്സ് കേസും അവിടെ നിന്ന് പനിയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പനിയും ലീഷൻസും ആയിട്ട് ഫ്ലൈറ്റ് കയറി വന്ന ആൾക്കാരാണ്. ദേ ഡോണ്ട് ഹാവ് എ ബിലീഫ് ഇൻ ദെയർ ഹെൽത്ത് സിസ്റ്റം, ദേ ഹാവ് ബിലീഫ് ഇൻ അവർ ഹെൽത്ത് സിസ്റ്റം. നമ്മൾ അത്ര മെച്ചമായതുകൊണ്ടല്ല, പക്ഷേ സം സോർട്ട് ഓഫ് എ ഡിസ്ക്രിമിനേഷൻ എക്സെട്ര എക്സിസ്റ്റ് ദെയർ. അതുകൊണ്ട് അവരിങ്ങ് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? വേൾഡിൽ എവിടെ എന്ത് എമേർജിങ് ഇൻഫെക്ഷൻ ഉണ്ടായാലും, അത് എബോള ആണെങ്കിലും മാർബർഗ് ആണെങ്കിലും, ഒരു മലയാളിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ വിത്തിൻ 24 hours കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ റിയൽ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വൺ ഹെൽത്ത് പോളിസി. വൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് ഓഫ് ദ ഹ്യൂമൻസ് ഈസ് ഇൻട്രിൻസിക്കലി ലിങ്ക്ഡ് വിത്ത് ദ ഹെൽത്ത് ഓഫ് ആനിമൽസ്, ദ പ്ലാന്റ്സ് ആൻഡ് ദ ഷെയർഡ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ആ വൺ ഹെൽത്ത് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്കൊരു ഫ്യൂച്ചർ പാൻഡമിക് പ്രെഡിക്റ്റ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും അതിനെ റെസ്പോണ്ട് ചെയ്യാനും ആക്ച്വലി കഴിയത്തുള്ളൂ. മൈ പേഴ്സണൽ ഒപ്പീനിയൻ ദാറ്റ് കേരളത്തിലെ ഏത് എമേർജിങ് ഇൻഫെക്ഷൻസും എപ്പോഴും വേണോ ഈ ഫാക്ടേഴ്സ് കൊണ്ട് വരാൻ പറ്റും. അപ്പം നിപ്പയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത റെസ്പോൺസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് റെസ്പോൺസാണ്. റിയാക്റ്റീവ് റെസ്പോൺസിൽ കേരളം വേൾഡിലെല്ലാം ലീഡേഴ്സാണ്. റിയാക്റ്റീവ് മീൻസ് ഫയർ ഫൈറ്റിംഗ്, അതായത് ഒരു തീ ഉണ്ടായിക്കഴിഞ്ഞാൽ അണയ്ക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതേസമയം തീ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ദ പ്രിഎംപ്റ്റീവ് റെസ്പോൺസ്. അതിന് എപ്പിഡമിക് ഇൻ്റലിജൻസ് ആവശ്യമാണ്. അതിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉഗാണ്ടയിൽ മാർബർഗ് ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ എത്ര മലയാളികൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയണം. അവരിങ്ങോട്ട് വരികയാണെങ്കിൽ എയർപോർട്ടിൽ നമുക്കൊരു ട്രാക്കിംഗ് സിസ്റ്റം വേണം. ഇതൊക്കെയാണ് ആക്ച്വലി സ്റ്റേറ്റ് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.